കൃത്യമായി SDPI അത് തെളിയിച്ചത് തന്നെയാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ SDPIയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലുണ്ടായ ചർച്ചാ വിഷയങ്ങൾ ഇത് പരാമർശിക്കുമ്പോൾ നമുക്ക് നന്ദി പറയേണ്ടത് ഈ വിഷയം SDPI ആരുമായോ ചർച്ചയ്ക്ക് പോയിരിക്കുന്നു എന്നും SDPI അത് വർഗീയ പാർട്ടിയാണ് എന്നും ഒരു പ്രചരണം ശക്തമായി ഈ കേരളത്തിൽ ഉണ്ടാവുകയുണ്ടായി. വളരെ വിനീതമായി നമുക്ക് ചോദിക്കുവാനുള്ളത്, ആരാണ് ആ ചർച്ചയ്ക്ക് തുറക്കം കുറിച്ചത്? അങ്ങനെ ഒരു വിവാദത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതാരാണ്? കൃത്യമായി നമുക്ക് പറയുവാനുള്ളത്, SDPI ആരുടെയെങ്കിലും അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് സത്യം കൃത്യമായി തുറന്നു പറയുകയും ആരാണോ ചർച്ചയ്ക്ക് വിളിച്ചതെങ്കിൽ അവിടെ SDPI പോയത് അത് കൃത്യമായി ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്തപ്പോ ആ ചർച്ചയ്ക്ക് വിളിച്ച ആളുകള്, ആ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം വന്ന ആളുകള്, ആ ചർച്ചയില് നമ്മെ ചർച്ചയ്ക്ക് വിളിച്ച ആളുകള് ജനങ്ങളോട് പറയാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. എന്നാൽ പിന്നീടെങ്കിലും അതിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത്, അവരൊക്കെയും ആ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടത്, ഈ നാട്ടിലെ അവരുടെ തന്നെ കൂടെയുള്ള ആളുകള് അതിനെതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൃത്യമായി നമുക്ക് പറയുവാനുള്ളത്, ഇവിടെയുള്ള SDPIക്കുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ഈ അവസരം അതിനെ വർഗീയവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം സുഹൃത്തുക്കളെ, അത് കൃത്യമായ അജണ്ടയിൽ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം SDPI ഇവിടത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങള് അവരൊരുമിക്കുന്നതും അവർ സംഗമിക്കുന്നതും അതൊരു ശക്തിയാകുന്നതും ഒരിക്കലും അത് അനുവദിച്ചു കൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് തീർച്ചയായും ഇവിടെ ഉണ്ടായത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് SDPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ മഹമ്മൂദ് ആവാദ് ഷെരീഫ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, SDPI പ്രവർത്തകർക്ക് വേണ്ടി ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തില് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് SDPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിം സംസ്ഥാന സമിതി അംഗം ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. STTU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A. റഹീം അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. SDPI സംസ്ഥാന സമിതി അംഗം ജലീൽ നീലാമറ, അതുപോലെ കൃഷ്ണൻ എരഞ്ഞിക്കൽ, ഡോക്ടർ CH അഷ്റഫ് എന്നിവരെയും ഈ യോഗത്തിലേക്ക്, ഈ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ സോഷ്യൽ ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബീരാൻകുട്ടി കോയസൻ അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഭിമാനമായ SDPIയുടെ സ്ഥാനാർത്ഥി ബഹുമാന്യനായ P. അബ്ദുൽ മജീദ് ഫൈസി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള ജില്ലയുടെ പ്രഥമ പ്രസിഡന്റ് ബാബു മാസ്റ്റർ, അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി AK അബ്ദുൽ മജീദ്, ജില്ലാ ട്രഷറർ സെയ്ദ് അലവി ഹാജി, ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് കരുവാരക്കുണ്ട്, ജില്ലാ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിദ്ദീഖ് മാസ്റ്റർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഫീഖ് BP, ജില്ലാ സെക്രട്ടറി ഹംസ മഞ്ചേരി, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും, ജനാധിപത്യ വിശ്വാസികളെയും പാർട്ടി പ്രവർത്തകരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.
SDPയുടെ ദേശീയ സെക്രട്ടറി ഡോക്ടർ മെഹബൂബ് ആവാദ് ഷരീഫ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് SDPക്ക് വേണ്ടി ജനവിധി തേടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാരഥി മജീദ് ഫൈസി, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗങ്ങളായ ഡോക്ടർ CH അഷ്റഫ്, അഡ്വക്കേറ്റ് A റഹീം, പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി AK അബ്ദുൽ മജീദ് മാസ്റ്റർ, പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് ബാപ്പു മാസ്റ്റർ, ഉപാധ്യക്ഷന്മാരായ VT ഇക്രാമുൽ ഹക്ക്, അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ മാസ്റ്റർ, ഹംസ സാഹിബ് മഞ്ചേരി, പീപ്പിൾ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മലപ്പുറം കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PP റഫീഖ്, ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ MT മുഹമ്മദ് മലപ്പുറം, ജില്ലാ ട്രഷറർ സൈദലി ബിഹാജി, വേങ്ങര മണ്ഡലം പ്രസിഡന്റ് ഷരീഖാൻ മാസ്റ്റർ, കോട്ടക്കൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കല്ലൻ അബൂബക്കർ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദീഖ് മാസ്റ്റർ, പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബ്, മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ 2019 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമുക്കേവർക്കും അറിയാം. രാജ്യത്ത് ഭാവിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഈ രാജ്യത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ആക്ടിവിസ്റ്റുകളും ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തി പോരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെങ്കിലും ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സന്ദർഭത്തിലാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ദേശീയമായ അതിൻ്റെ പശ്ചാത്തലവും സാഹചര്യവും പ്രാധാന്യവും ദേശീയ സംസ്ഥാന നേതാക്കളുള്ളത് കൊണ്ട് ഞാനതേക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് SDP എന്ന രാഷ്ട്രീയ കക്ഷിക്ക് എതിരായി രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം SDPയുമായി സഹകരിക്കുകയോ സഹായിക്കുകയോ കൂടെ ഇരിക്കുകയോ ചെയ്താൽ ഇനി അങ്ങനെ ഒരു പാർട്ടി തന്നെ ആവശ്യമില്ല, ഞങ്ങൾ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ പഴയ മുസ്ലിം ലീഗിന്റെ, ഇപ്പോൾ അങ്ങനെ പാർട്ടി ഉണ്ടാകാൻ വഴിയില്ലല്ലോ, മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് MK മുനീർ നയിക്കുന്ന പാർട്ടി അത് ഇപ്പോഴില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഈ പാർട്ടി SDPI മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കുകയും ആ പിന്തുണ കൃത്യമായി ഏറ്റുവാങ്ങുകയും അതിന് നന്ദിയായി ആഹ്ലാദ പ്രകടന സമയത്ത് SDPIയുടെ ദ്വിവർണ്ണ പതാക മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയുടെ കൂടെ കെട്ടി പ്രകടനം നടത്തുകയും ചെയ്ത മഞ്ചേശ്വരത്തെ അനുഭവം കേരളീയ രാഷ്ട്രീയം മറന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് MK മുനീർ ആ പാർട്ടി പിരിച്ചിട്ട് വിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുഞ്ഞാലിക്കുട്ടി മത്സരരംഗത്തുണ്ടായിരിക്കാം, പക്ഷെ മുസ്ലിം ലീഗ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ CPM പറയുന്നത് SDPയുമായി വല്ല രീതിയിലും വല്ല ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ജനാധിപത്യ പ്രക്രിയ തന്നെ, അല്ലെങ്കിൽ ജനാധിപത്യം വിശ്വസിക്കുന്ന മുഴുവൻ
ആളുകളും അവരുടെ എല്ലാം തകർന്നു പോകുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ മലപ്പുറം ജില്ലയിൽ, ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ, വേങ്ങര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ, പറപ്പൂർ എന്ന ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അവസാനമായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM-ഉം SDPI-യും സഖ്യകക്ഷികളായി മത്സരിക്കുകയും അവിടെ ഭരണം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പറപ്പൂർ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ബഷീർ കാലോടി പ്രസിഡന്റായി തുടർന്നത് SDPI-യുടെ പിന്തുണയോട് കൂടിയാണ്. SDPI-യുടെ പ്രതിനിധി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ആ ഭരണത്തിൽ കൂട്ടുകക്ഷി ഭരണവുമായി മുന്നോട്ട് പോയത് CPM-ന്റെ പിന്തുണയോടും കൂടിയാണ്. അങ്ങനെയെങ്കിൽ CPM എന്ന പാർട്ടിയുടെയും ജനാധിപത്യപരമായ എല്ലാ അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ ആ പാർട്ടിയും ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പാർട്ടി ഇല്ല എതിർക്കാൻ. ചില വ്യക്തികൾ ആ രീതിയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ തകർന്നു പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം, ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാവുന്ന, ജനാധിപത്യ പ്രക്രിയയിൽ കഴിഞ്ഞ കാലങ്ങളിലായി സജീവമായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് SDPI മാത്രമേ കൃത്യമായി ഒരു പാർട്ടിയായി ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളൂ എന്നുള്ളത് അന്തസ്സോടുകൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തില് ഏറ്റവും കരുത്തനായ, SDPIക്ക് അവതരിപ്പിക്കാൻ സാധ്യമായ കരുത്തനായ സാരഥിയെ, പണ്ഡിതനെ, ദേശീയ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി ഈ രാജ്യത്തെ സാമൂഹിക പ്രക്രിയയിൽ ദളിത് മുസ്ലിം ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി ദേശവ്യാപകമായി പ്രവർത്തിച്ച കൃത്യമായ അനുഭവമുള്ള ഒരു കരുത്തനായ സാരഥിയാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി ഇടപെടാൻ കഴിയുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. അഭിമാനത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി നമുക്ക് അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചേക്കാൻ സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ ഉത്തമ വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നേരിടാമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഡോക്ടർ മെഹബൂബ് ആവാദ് ഷരീഫ് സാഹിബിനെ സന്തോഷപൂർവ്വം, അതിലുപരി അഭിമാനപൂർവ്വം, ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ധവള നക്ഷത്രാങ്കിത രക്തഹരിത പതാകയിലേക്ക് വിരൽ ചൂണ്ടി അഭിമാനകരമായ അസ്തിത്വത്തിന്റെ നിറനിലാമുറ്റത്തേക്ക് ഇന്ത്യയിലെ മർദ്ദിത പീഡിത ജനകോടികളെ വഴി നടത്തുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ സെക്രട്ടറി മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാസൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. Social Democratic Party of India, today's convention here organized at Malappuram and esteemed leaders of my party, candidate for Malappuram Janab Majid Faizi Sahab, General Secretary Abdul Hamid Sahab, District President and all the district members
and my dear brothers and sisters of this Malappuram district, Assalamu alaikum wa rahmatullahi wa barakatuhu, and a very good evening to everybody. It is my pleasure to be among you to inaugurate this convention here. I come from Bangalore. My mother tongue is Urdu. I am speaking to you in English. I will try to speak some Malayalam also for your convenience. நம்ம சோஷியல் பார்ட்டி ஆஃப் இந்தியாவை தொடங்கி 10 வருஷம் இப்போ நடந்து போயிருக்கும். അൽഹംദുലില്ലാ ഈ പാർട്ടി തുടങ്ങപ്പോൾ ചെറിയ ആൾക്കാർ നമ്മൾ പറഞ്ഞത് നിങ്ങളെ എന്താ ചെയ്യും, നിങ്ങളെ എതുക്ക് പോളിറ്റിക്സ് വേറെ പ്രചാരം ചെയ്തു. ഇവിടെ ഒരു MP ഇരുന്നോ, പാസ്റ്റ് MP, അവ ഇറങ്ങിപ്പോയ ആ MP ഏതോ ഒരു വിഷയത്തിലെ ആള് പറഞ്ഞത് SDP, ഏതാത് ഇത് SDP ഒരു ഫ്രിഞ്ച് എലിമെന്റ് ഇതേ പറഞ്ഞത്. They said this is one fringe element, यानी ये कुछ भी काम का नहीं है. ആ ഫ്രഞ്ച് എലിമെന്റ് ഇപ്പോ വളരി 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 ഇത്ര പെരിയ ദേശത്തിലെ ഒരു പാർട്ടി ആയി ഉണ്ട്. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 10 വർഷം മുമ്പ് നമ്മളെ ഒരു ഫ്രിഞ്ച് ഇപ്പോ ഒരു ടെറബിൾ ഫോഴ്സ്, a force to fight against the fascist. നമ്മളെ സ്ലോഗൻ ഫ്രീഡം ഫ്രം ഹങ്കർ ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ. വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം. അൽഹംദുലില്ലാ ഈ 10 കൊല്ലത്തിലെ ജനങ്ങളെ ഹൃദയത്തിലെ ഇരുന്ന ഭയമെ എടുത്ത് ഒരു ധൈര്യം കൊടുത്ത ആള് നാമോ SDP. അൽഹംദുലില്ലാ. എത്ര to what extent we have removed the fear, ആ ഭയം എല്ലാ ജന ഹൃദയത്തിൽ എടുത്തു. പിന്നെ ആ ഭയം ఎవరికి കൊടുത്തു? BJPയുടെ നാഷണൽ പ്രസിഡന്റ്ക്ക് ഒരു ഭയമുണ്ട്, അമിത് ഷാക്ക് ഭയമുണ്ടോ? വേറെ കോൺഗ്രസ് എത്ര പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് ഭയമില്ല അമിത് ഷാക്ക്. അമിത് ഷാ, അരുൺ ജെയ്റ്റ്ലി, രവി ശങ്കർ പ്രസാദ്, ഈ ആൾക്ക് ഭയമുണ്ട്. അവരുടെ ഭയം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭയമുണ്ട്. അൽഹംദുലില്ലാ ഈ 10 കൊല്ലത്തിൽ എത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ ഈ 70 കൊല്ലത്തിൽ നടന്ന പോളിറ്റിക്സ് ഏത്? ഒരു 10 വർഷം മുമ്പ് നാം കൂടെ കോൺഗ്രസ്ക്ക്, മുസ്ലിം ലീഗിക്ക്, ഈ ആൾക്കാർക്ക് നമ്മൾ വോട്ട് കൊടുത്തോ? അല്ല, ഒരു ആശയമുണ്ട്, ഈ ആൾക്ക് വോട്ട് കൊടുത്ത് പവർ കൊടുത്താൽ ഈ നമ്മൾക്ക് ഒരു സഹായം ചെയ്യും. ஆனால் ഒന്നും സഹായം ചെയ്യല. ഞാൻ ഇന്ത്യയിലെ വേറെ വേറെ രാജ്യത്തേക്ക് പോയി ഉണ്ട്. ബീഹാറിലെ ഒരു 2 ടേംസ് ഞാൻ ഇൻചാർജ് ഉണ്ട്. അവിടെ ഒരു റിമോട്ട് വില്ലേജിൽ പോയി അവിടെ പോയി നോക്കപ്പോൾ അവിടെ ഒരു സ്കൂൾ ഇരുന്നു, ചെറിയ സ്കൂൾ. ആ സ്കൂളിൽ സ്റ്റുഡൻസ്ക്ക് അട്രാക്ട് ചെയ്യക്ക് ഒരു ഇത് എഴുതുണ്ടോ, കേരള മാനേജ്ഡ്. ഞാൻ പറഞ്ഞത് ഇത് കേരള പേര് എതുക്ക് ബീഹാറിലെ? ആൾ പറഞ്ഞത് ഇല്ല, ദേശത്തിലെ കേരള രാജ്യം വളരെ എഡ്യൂക്കേറ്റഡ്, ലിറ്ററേറ്റ്, നല്ല പ്രോസ്പെറസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞതാണ്. എനിക്ക് ഒരു ആശ്ചര്യം, കേരളയിലെ ഇവിടെ വന്ന ഇവിടെ നിങ്ങൾ എല്ലാവരും മലപ്പുറം, പർട്ടിക്കുലർലി മലപ്പുറം ജനങ്ങൾ എത്ര കൊല്ലം നിങ്ങൾക്ക് യാർക്ക് വോട്ട് ചെയ്തത്? മുസ്ലിം ലീഗ് വോട്ട് ചെയ്ത്, UPAക്ക് തന്നെ വോട്ട് ചെയ്തു. നിങ്ങൾക്ക് UPA മുസ്ലിം ലീഗ് കൊടുത്തത് ഏത്? ഇത് ഡെവലപ്മെന്റ് ആണ് അവിടെ പറഞ്ഞത്. ഈ ഡെവലപ്മെന്റ് ഗവൺമെന്റ് കൊടുത്ത ഡെവലപ്മെന്റ് ഇല്ല. ഇത് നിങ്ങൾ ഒരു വീട്ടിലെ ഒരു ആട് സൗദിക്ക് പോകും, പെണ്ണ് വിട്ട്
കുട്ടിയാളെ വിട്ട് പാപ്പ അമ്മാളെ വിട്ട് പോയി അവിടെ ജോലി ചെയ്ത് കൊണ്ടുവന്ന പണത്തിൽ ഇത് ഇവിടെ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെന്റ് സർക്കാർ ഒന്നും ചെയ്യല. പിന്നെ ഇത്ര കൊല്ലം നിങ്ങളെ കൊടുത്ത വോട്ട് വേസ്റ്റ് ആയപ്പോ ഇതോടെ നിങ്ങളെ വീട്ടിലെ ഒരു തേങ്ങാ മേറ വെച്ചുകൊണ്ട് 5 വർഷത്തിലെ ഒരു നിങ്ങൾക്ക് ഒരു ഇൻകം സോഴ്സ് ആണ് വന്നിരുപ്പോ. एक नारियल का झाड़ अगर आप लगा देते, if you had planted a coconut tree first 5 years only, 2 years I think, இப்போ ഹൈബ്രിഡ്ലി 2 വർഷത്തെ വരും തേങ്ങ, 2 years. നിങ്ങൾ 40 വർഷം ഈ ആൾക്ക് വോട്ട് കൊടുത്തോ, പണം കൊടുത്തോ, ജയ് ജയ് കൊടി കൊടുത്തോ, എല്ലാം കൊടുത്തോ, എത് കിട്ടും உங்களுக்கு? ഒന്നും കിട്ടിയില്ല. அதுக்கு alternate Social Democratic Party of India. Social Democratic Party of India, the politics is for cause, not for career. Majid Faizi has come here to do politics, not to become a multimillionaire. He has come here for a cause, not for career. Joli, Panam, title, adukalla vandu. Idu var alternate. This is the only alternate Social Democratic Party of India. പിന്നെ ഈ ഫാസിസ്റ്റ് എതിരായി വേറെ ഏത് പാർട്ടിയോ ഒന്നും ചെയ്യല. ഇത് ഫാക്ട്. 2014 എലക്ഷനിൽ if the secular parties really were against the fascist, ഒരു അലയൻസ് വന്നിരോ? അലയൻസിൽ വന്നിട്ടില്ല. വേറെ വേറെ പാർട്ടി വേറെ വേറെ എലക്ഷൻ പങ്കെടുത്തോ, പിന്നെ മെജോറിറ്റി came to BJP. So the only alternate for BJP is Social Democratic Party of India. इधर से जो हम MP चुन के भेजते, उन्होंने क्या किया आपको? നിങ്ങൾ MP ഇവിടെ നിന്ന് പാർലമെന്റിൽ പോയി ഏത് ചെയ്തത്? എത്ര ബില്ല് അവിടെ പാസ്സായോ? ആ ബില്ലില് എത്ര ക്വസ്റ്റ്യൻ റേസ് ചെയ്തു, എത്ര ഒബ്ജക്ഷൻ ചെയ്തു? വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ നമ്മൾ ഹാജരിയില്ലേ? ട്രിപ്പിൾ തലാഖ് ബില്ല് ഒന്നും ഹാജരിയില്ലേ? പിന്നെ എതുക്ക് നിങ്ങൾ ഒരു MP ഡം MP ബാത് करने का नहीं है. കേരളയിലെ പ്രസംഗം ചെയ്യും, ഇത് അത് അവിടെ പോയി മൗനം. എതുക്ക്? നമ്മൾക്ക് വരെ മൗനം MP വേണ്ട, നമ്മൾ അവിടെ പോയി ക്വസ്റ്റ്യൻ ചെയ്ത MP വേണ്ട. അത് വന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, അത് മജീദ് ഫൈസി. ഈ BJPക്ക് എതിരായി വേറെ ഏത് പാർട്ടി? ബാംഗ്ലൂർ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയും. BBMP ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനിൽ 194 കൗൺസിലർ ഉണ്ട്, 100 BJP കൗൺസിലർസ്, 17 ജനതാദൾ, 63 കോൺഗ്രസ്. ഇവിടെ 100, ഇവിടെ 93. പിന്നെ കുറച്ച് MP അത് ആഡ് ചെയ്ത ഈക്വൽ വരും. അപ്പോ ഈ BJP ആൾക്കാർ നമ്മൾ കൗൺസിലർ വീട്ടിക്ക് വന്നു, നിങ്ങൾക്ക് എത് വേണോ? 7 കോടി രൂപ ക്യാഷ്, മേയർ പോസ്റ്റ്, പിന്നെ നിങ്ങളെ വാർഡുക്ക് എത്ര കോടി രൂപ വേണോ അത്ര കോടി രൂപ നിങ്ങൾക്ക് കൊടുക്കും. പിന്നെ അത് നമ്മ ഐഡിയോളജി നിങ്ങ ഐഡിയോളജി സെറ്റ് ആവല. നമ്മളെ ഒരു വോട്ട് കോൺഗ്രസ്ക്ക് കൊടുത്തോ, എതുക്കാக BJPക്ക് കടക്കണം. ഇത് നമ്മൾ പോളിസി. അൽഹംദുലില്ലാ. ഇവിടെ ചില ആൾക്കാർ പറയുന്നു നിങ്ങൾ ഒരു MP എത് ചെയ്യോ? अल्हम्दुलिल्लाह वो एक MP 100 पे भारी इंशाअल्लाह. नेशनल पॉलिटिक्स के बारे में இப்போ ஒரு புது ஒரு இது நடந்துட்டு, चौकीदार வாட்ச்மேன். நம்ம பிரைம் மினிஸ்டர் പറഞ്ഞത് मैं चौकीदार नरेंद्र मोदी,
ಚೌಕಿದಾರನ ಇಂಗ್ಲೀಷ್ಲೆ ವಾಚ್ಮೆನ್, செக்யூரிட்டி கார்டு. ஒரு அப்பார்ட்மெண்ட்ல ஒரு வீட்டில் ஒரு காம்ப்ளெக்ஸ்ல நீங்களே ஒரு சௌக்கிதார் வச்சா அது அவட சேஃப்டி செய்யணும்ல. நம்மள சௌக்கிதார் இருப்போம். லலித் மோடி கோಟಿ ಕೋಟಿ ರೂಪಾಯಿ எடுத்து போய், विजय मल्लाया எடுத்து போய், नीरव मोदी, चौकसी, अदानी, अंबानी, ये सब लोग लूट के जा रहे हैं, चौकीदार सो रहा है. अरे प्रधानमंत्री, நம்மளுக்கு ஒரு चौकीदार வேண்டி இல்ல. நம்மளுக்கு ஒரு चौकीदार நேபாள் இந்த ஒரு ஆள் வருவோம், 4000 ரூபாய் சம்பளம் கொடுத்தா चौकीदार வேலை செய்யும். நீங்களுக்கு ஒரு பிரைம் மினிஸ்டர் வேலை செய்யணும் இன்ஷால்லா, அது चौकीदार இல்ல. പിന്നെ എത്ര प्रोमिसेस, कितने प्रॉमिस किए थे वो. 15 लाख रुपए तुम्हारे अकाउंट में. എല്ലാ ആൾക്കാർക്ക് അക്കൗണ്ട് തുടങ്ങണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. नहीं, छोटे छोटे लोग जाके स्टेट बैंक ऑफ इंडिया में अकाउंट खोले. स्टेट बैंक ऑफ इंडिया എത്ര ആൾക്കാർ അക്കൗണ്ട് ഇരുന്നു, മിനിമം ഡെപ്പോസിറ്റ് എത്ര വേണം? 3000 रुपये. ഇപ്പോൾ 3000 2000 से अगर कम है तो നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കട്ടാവും. അത് ഇപ്പോൾ ഇല്ല, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് കട്ടാവും. എത്ര കോടി രൂപയെ സാധാരണ ജനങ്ങളുടെ പണം. ആ പണം ആടെ എടുത്തു പോയ? അംബാനി, അദാനി, ചോക്സി, ലളിത് മോദി, വിജയ് മല്ലയ, ഈ ആളുകൾ കൊടുത്തു, പണം കൊടുത്തു. GST ಬಂದು, ಡಿನಾಮಿನೇಷನ್ ಬಂದು, ಇತರ ಇತರ ആന്റി പീപ്പിൾസിംഗ്. ആ ടൈമില് ഒരു കമ്മീഷൻ വെച്ചു, രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ. പിന്നെ അതിൽ നമ്മളെ ആൾക്കാർക്ക് ഇത് ഉണ്ട്, അതെല്ലാം നോക്കി ഒരു റിപ്പോർട്ട് കൊടുത്തു. പിന്നെ ആ റിപ്പോർട്ട് മേലെ ഒരു വേറെ ഒരു കമ്മീഷൻ വന്നു, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇയാൾ പറഞ്ഞത് ഒരു 10% മുസ്ലിംക്ക് റിസർവേഷൻ കൊടുക്കണം. ആ ടൈം കഴിഞ്ഞു, ഒന്നും റിസർവേഷൻ കിട്ടില്ല. ആ ലാസ്റ്റ് ടൈമിലെ ജാട്ക്ക് ഒരു 2% റിസർവേഷൻ കൊടുത്തു കോൺഗ്രസ് ടൈമിൽ. പിന്നെ ഇപ്പൊ ഈ സർക്കാർ 10% റിസർവേഷൻ ഫോർ ബ്രാഹ്മിൻസ്, അപ്പർ കാസ്റ്റ്. അപ്പോ യാരോ ഒപ്പോസ് ചെയ്യില്ല. നമ്മളെ കോൺഗ്രസ്, നമ്മളെ മുസ്ലിം ലീഗ്, നമ്മളെ CPM, എത്ര MPs ഉണ്ട് അവിടെ ഒപ്പോസ്? 7 MPs മാത്രം ഒപ്പോസ് ചെയ്തത് ലോക്സഭയില്. രാജ്യസഭയിലെ 3 ബിൽ പാസ്. ഇത്ര ബുള്ളറ്റ് ട്രെയിൻ വരുവും, സ്മാർട്ട് സിറ്റി വരുവും, ഫാർമേഴ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടും, ജോബ്സ് കിട്ടും, ഒന്നും കിട്ടില്ല. ലാസ്റ്റില് പിന്നെ കറപ്ഷൻ ഹട്ടാവും. കറപ്ഷനുക്ക് വേറെ നാട്ടകം നടന്നു. ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലെ ഒരു ലോക്പാൽ ബിൽ പാസ് ചെയ്തുണ്ട്. ഇപ്പോ എല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ ലോക്പാൽ बिल വന്നു. ഇത് എല്ലാ पॉलिसीज, ये सारे पॉलिसीज के खिलाफ आवाज अगर उठाना है तो वो आवाज उठाने का मीटर सोशल डेमोक्रेटिक पार्टी ऑफ इंडिया को मात्र उन्नद, वेरे यारक मीटर इल्ल. ये सब लोग जो है अपने अपने मालिकों के गुलाम हैं. कांग्रेस में रहने वाले, हमारा जब ट्रिपल तलाक का बिल आया उस वक्त कांग्रेस के एक बहुत बुजुर्ग आलिम मौलाना इसरारुल हक खासमी साहब, നല്ല മനുഷ്യ, നല്ല ആള്, തഖ്വ ആള്, ഒന്നും പ്രയോജനമില്ല. പാർലമെന്റ് में नहीं पहुंचे वो, पार्लियामेंट के വന്നിട്ടില്ല. ഏത് കാരണം? कांग्रेस. कांग्रेस क्या बोलता है वो उधर बोलना है, हम हमारा बोल नहीं सकते. तो इसलिए हम लोगों को ये 40 साल 50 साल इनका झंडा ढोए, हम इनकी जय जय करते रहे, हम इनको वोट भी डाले, इनको पैसा भी दिए. इतना देने के बावजूद भी हमारी हालत हमारी सुधरी नहीं. इसलिए अब वक्त आया है कि हमको सोशल डेमोक्रेटिक पार्टी ऑफ इंडिया को ही मजबूत करके लेके जाना है. ಈ ವೋಟ್ಲೆ ಎತ್ತನೆ ವೋಟ್ ಕೆಡಿ ಕಿಟ್ಟೋ
അതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നമില്ല. അൽഹംദുലില്ല, നമ്മൾ തുടങ്ങി ഒരു ചെറിയ പാർട്ടി ഇപ്പോൾ നല്ല പൊസിഷൻ ഉണ്ട്. തമിഴ്നാട്ടിൽ നമ്മൾക്ക് ഒരു അലയൻസ് ആയി ഒരു സീറ്റ് നമ്മൾ സെൻട്രൽ ചെന്നൈയിൽ കോൺടെസ്റ്റ് ചെയ്തു. AMMK ജയലളിതയുടെ പാർട്ടി, അമ്മ മക്കൾ മണിരത്നം കസകം, ഈ അലയൻസ്ക്ക് യാർ വന്നത്? ആ പാർട്ടി ആൾക്കാർ നമ്മൾ വന്നു. കർണാടകയിലെ ലാസ്റ്റ് ലോക്സഭ ഇലക്ഷനിലെ JDS ആള് വന്നു. എതുക്ക്? നമ്മൾ ഒരു ഫോഴ്സ് കാണിക്കും അവർക്ക്. हमारी एक ताकत हम बताएं. We have showed our strength and our force that we are also upcoming, fighting for the cause of the people, standing side by side for the cause of the farmers, for the downtrodden, for the minorities, against lynching, against corruption, against every little thing which is against people. So my dear brothers and sisters, आज का ये प्रोग्राम मुझे खुशी है मुझे इनॉग्रेट करने का, और ये नारा कहते हुए हम आज का हमारा ये प्रोग्राम इनॉग्रेट करेंगे. मैं जैसा बोलता हूँ आप भी बोलना. सोशल डेमोक्रेटिक पार्टी ऑफ इंडिया जिंदाबाद. सोशल डेमोक्रेटिक पार्टी ऑफ इंडिया. मजीद फैजी आगे बढ़ो, हम तुम्हारे साथ हैं. मजीद फैजी आगे बढ़ो, हम तुम्हारे साथ हैं. अस्सलाम वालेकुम. താങ്ക് യു മിസ്റ്റർ ഡോക്ടർ മഹബൂബ് അബാദ് ഷെരീഫ് സാഹിബ്. അടുത്തതായി പരിമിതിയില്ലാത്ത ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ CPA ലത്തീഫ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിച്ച പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഡോക്ടർ മഹബൂബ് ആവാസ് ഷെരീഫ്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അബ്ദുൽ മജീദ് ഫൈസി, ഇവിടെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മലപ്പുറം ജില്ലാ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP റഫീഖ്, വേദിയിലും സദസ്സിലും അണിനിരന്നിരിക്കുന്ന സ്റ്റേറ്റ്, ദേശീയ, സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, ബ്രാഞ്ച് നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ദൈവാനുഗ്രഹം കൊണ്ട് രാജ്യത്തിൻ്റെയും രാജ്യത്തെ ജനാധിപത്യത്തിലും മതേതരത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടും ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. ലോക്സഭാ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ ഒരു വിധത്തിലുള്ള കോപ്പുമില്ലാത്ത, ത്രാണിയില്ലാത്ത, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മോഡി സർക്കാർ, RSS, സംഘപരിവാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കുറേ നടത്തി. പക്ഷെ അത് വിജയിച്ചില്ല. പിന്നീട് രാജ്യ സുരക്ഷ ഭീഷണിയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ
നടത്തപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള ഗൂഢ ശ്രമം നടത്തിയിരുന്നു. ഇത് വളരെയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇന്ത്യൻ ജനതയെയും ഇതര രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വരുതിയിൽ നിർത്താനുള്ള ഒരു ശ്രമം. പക്ഷെ അത് ചീറ്റിപ്പോയി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തില് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം ഔപചാരികമായി വരുന്നതിന് മുമ്പ് തന്നെ 6 സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് കഴിഞ്ഞ 3 ദിവസം മുമ്പ് 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളത്തിലെ 10 മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സര രംഗത്ത് പ്രചരണ പ്രവർത്തനങ്ങളുമായി സജീവമായിരിക്കുകയാണ്. അവശേഷിക്കുന്ന 10 മണ്ഡലങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരടിസ്ഥാന നയമുണ്ട്. അത് പാർട്ടിയുടെ സാന്നിധ്യം കാരണം, മത്സരിക്കുന്നത് കാരണം ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭീഷണിയായ സംഘപരിവാരം അധികാരത്തിൽ വരാതിരിക്കുക എന്നതാണ്. അത്തരം മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മതേതരത്വവും ജനാധിപത്യവും രാജ്യത്തിൻ്റെ നിലനിൽപ്പൊക്കെ അംഗീകരിക്കുന്ന സംഘപരിവാരത്തെ എതിർക്കാൻ ത്രാണിയുള്ള പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യത്തെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റിതര ഈ ഗണത്തിൽപ്പെട്ട ചില പാർട്ടികൾ, ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ചർച്ചയ്ക്ക് തയ്യാറായി ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം പറയാൻ കഴിയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ SDPI ആദ്യ റൗണ്ടിൽ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, പാർട്ടിയുടെ വിലയിരുത്തലുമല്ല, മാധ്യമ പ്രവർത്തകരുടെ, ചില മാധ്യമ നിരീക്ഷകരുടെ അഭിപ്രായമാണ് ഇത് പറയുന്നത്. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറെ വിവാദങ്ങൾ ഉണ്ടായിട്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇങ്ങനെ വിവാദങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലല്ല. ഈ പാർട്ടി സംബന്ധമായി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്ന്. ആ ആളുകൾക്ക് കൃത്യമായ ചില മറുപടി, ചില സന്ദേശങ്ങൾ ഈ വിവാദങ്ങൾ നൽകുന്നുണ്ടായിരുന്നു എന്നതാണ് കാരണം. എന്തുകൊണ്ട് SDPI എതിർക്കപ്പെടുന്നു, എന്തുകൊണ്ട് SDPI മറ്റെല്ലാവരും ഭയക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്, അതിനുള്ള മറുപടിയാണ് ഈ വിവാദങ്ങളിൽ ഉണ്ടായത്. വിവാദത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നാട്ടുകാരനായ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് അനുഭവസ്ഥനായ ഇക്രാമുൽ ഹക്ക് എനിക്ക് ശേഷം നമ്മുടെ വിശ്വാസ്യതയും വിശ്വസ്തതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പറയാവുന്നത് ഇവിടെ പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറയാനുള്ളത്, സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തെ നീട്ടിപ്പരത്തി വിശദീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് ഉദ്ദേശമില്ല, അത് നമ്മുടെ രീതിയല്ല. എന്നാൽ പറയാതെ വയ്യ എന്ന് പറയുന്നത് ചിലത് പറയേണ്ടി വരും. അങ്ങനെ ഒരു സൂചന മാത്രം ഞാൻ നൽകുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനത്തിൽ ലീഗിലെ ഒരു കിങ്ങിണിക്കുട്ടൻ, കോമള കലാകാരൻ ഒരു പരാമർശവുമായി രംഗത്ത് വരികയുണ്ടായല്ലോ. അദ്ദേഹം, എനിക്ക് ബോധ്യമായ ഒരു സംഗതി, ഞാൻ നേരത്തെ മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പാട്ടുകാരനാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. താളപ്പിഴകൾ ധാരാളം സംഭവിക്കാറുണ്ട്, അത് സംഭവിക്കും. കാരണം കലാകാരന്റെ ഉള്ളിൽ നന്മയില്ലെങ്കിൽ എങ്ങും താളപ്പിഴയായിരിക്കും. ആ താളപ്പിഴയാണ് ഈ സംഭവിക്കുന്നത്. എനിക്ക് പറയാൻ തോന്നിയ ഒന്ന്, അദ്ദേഹം ഒരു പാട്ടുകാരൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ശരീരഭാഷ? അങ്ങനെയാണെങ്കിൽ
ഈ പാർട്ടി പിരിച്ചുവിടുന്നതാണ് ഉത്തമം എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോ പിരിച്ചുവിടണമായിരുന്നു എന്ന്. കിങ്ങിണിക്കുട്ടൻ അറിയില്ല കാര്യം. കിങ്ങിണിക്കുട്ടനോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഒന്ന് ഓർക്കണം. എന്താണെന്നറിയോ? 2006 മലപ്പുറം ജില്ലയിലെ മങ്കട അദ്ദേഹം അവിടെ മത്സരിച്ചിരുന്നു. എന്നിട്ടോ തോറ്റുപോയി. എന്താ കാരണം? കയ്യിലിരിപ്പ്. ആർക്കും സഹായിക്കാൻ കഴിയില്ലല്ലോ ഇത്തരം കയ്യിലിരിപ്പുമായി നടക്കുന്ന ആളുകളെ. അത് ഓർത്താല് കുറെ കാര്യങ്ങള് അദ്ദേഹത്തിന് ബോധ്യമാവും. ഞാനത് പറയുന്നില്ല, പറയാം കൃത്യമായിട്ട്. നമ്മുടെ വിശ്വാസം അത് അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. നമുക്കിത് അധികം നീട്ടിക്കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഫീൽഡിലാണല്ലോ, പ്രസംഗിക്കലല്ലോ, പണിയെടുക്കലേ നമുക്ക് വേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, സംഘപരിവാര സഹയാത്രികൻ, അദ്വാനി ഭരണകാലത്ത് സർക്കാരിൽ വാർത്താ വിതരണ മന്ത്രിയായിരുന്ന ആൾ അരുൺ ഷൂരി അന്ന് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബസ്സാണ് 2019 തെരഞ്ഞെടുപ്പ്. ലാസ്റ്റ് ബസ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ 2 numbers you have to remember the opposition parties. 2 numbers, that is 69 and 31 എന്ന് അദ്ദേഹം പറഞ്ഞു. 31, 69 2 നമ്പറുകൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാര സഹയാത്രികനായിരുന്നു, പിന്നെ ഏജന്റ് ആയിരുന്നു, നാട്ടിലെ ഇതൊക്കെ വിറ്റ് തീർക്കൽ മന്ത്രിയായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ അറിയാലോ. അദ്ദേഹം ഈ സംഘപരിവാരവുമായുള്ള സഹശയന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. ഓപ്പോസിഷൻ പാർട്ടീസ് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാവണം. ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പറയുന്നു, ഇടതു പാർട്ടികൾ പറയുന്നു, മറ്റു മതേതര പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, രാജ്യം നേരിടുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. സംഘപരിവാരം അധികാരത്തിൽ വരികയാണെങ്കിൽ മതേതര വിഭാഗങ്ങളൊക്കെ ഒരുമിക്കേണ്ടതുണ്ട്, താഴെ ഇറക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുതരം ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ആ ഭീതിയിൽ നിന്നൊരു നിസ്സഹായാവസ്ഥയിൽ വോട്ടർമാരെ, സമൂഹത്തെ കൊണ്ടുപോയി നിർത്തി മുതലെടുപ്പ് നടത്തുക മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രായോഗികമായ ഫലപ്രദമായ ഒരു കർമ്മ പരിപാടി, ഒരു ഫോർമുല മുന്നോട്ട് വെക്കുന്നില്ല. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SDPI, എല്ലാവരും പറയുന്നുണ്ട് SDPI വോട്ടുകൾ ഭിന്നിപ്പിക്കരുത്, ധ്രുവീകരണം സൃഷ്ടിക്കരുത്, മതേതര വിഭാഗങ്ങളുടെ ശക്തി ക്ഷയിപ്പിച്ചു കളയരുത്, പൊതുശത്രുവിനെ നേരിടുന്നത് എല്ലാ ഭിന്നതകളും മറന്ന് യോജിക്കണം. വി ആർ റെഡി. SDPI റെഡിയാ. ഈ പറയുന്ന ആളുകളും റെഡിയാവണം. പഴയ ആളുകൾക്ക് റെഡിയാകാൻ കഴിയുമോ? ഒന്ന് ഇടതുപക്ഷമാണല്ലോ പറയണത്, ഓക്കെ, ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അതിനെ നേരിടുന്നതിന് എല്ലാവരും ഒന്നിക്കേണ്ടതുണ്ട്. അവര് ഒന്നിക്കാൻ തയ്യാറാകുമോ? അതില്ല, അവർ തയ്യാറാവില്ല. ദേശീയ തലത്തിൽ കഴിഞ്ഞ 5-6 മാസക്കാലമായി നടക്കുന്ന ഈ മതേതര ശക്തികളുടെ ഏകീകരണത്തിന് വേണ്ടി നടക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും പാര വെച്ചിട്ടുള്ളതാരാ? ഇടതുപക്ഷമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കേരള CPM ആണ്, നമുക്കറിയാമല്ലോ. പിന്നെ മറ്റിതര വിഭാഗങ്ങളുടെയൊക്കെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഉണ്ടാകരുത്, നമ്മൾ റെഡിയാണ്. ഇതിന്റെ ഒരു പാർട്ടിയുടെ അസ്തിത്വവും വ്യക്തിത്വവും നിലനിൽപ്പും അംഗീകരിച്ചുകൊണ്ട് പിന്നെ എല്ലാ ഭിന്നതകളും മാറ്റി നിർത്തിക്കൊണ്ട് പൊതുശത്രുവിനെ നേരിടാൻ തയ്യാറായ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു KTDC ഹോട്ടൽ പിന്നെ വിവാദത്തിലൂടെ. അതാണ് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, ഇത് ഏറ്റവും വലിയ ഒരു പിന്നെ നേട്ടമാണ് അതിലൂടെ ഉണ്ടായിരിക്കുന്നത്. SDPI പാർട്ടികൾക്ക് വേണ്ടി ഉണ്ടായ ഒരു പാർട്ടിയല്ല, പാർട്ടിയുടെ ഒരു കുറവ് കണ്ടുണ്ടായ പാർട്ടിയല്ല. ഒരു ചരിത്ര സന്ധിയിലെ ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മുന്നിൽ ഒരു ബദൽ സമർപ്പിക്കുന്നു. ആ ബദല് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യം തന്നെ യഥാർത്ഥ ബദലിന് SDPIക്ക് വോട്ട് ചെയ്യുക,
വോട്ട് SDPI, ദ റിയൽ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സംഘപരിവാരത്തിനുള്ള ബദലല്ല, കോൺഗ്രസിനുള്ള ബദലല്ല, ഇടതുപക്ഷത്തിനുള്ള ബദലല്ല, ഇന്ത്യ രാജ്യത്തിന് അനുയോജ്യമായ ഒരു ബദൽ സമർപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങളതിൽ അറിഞ്ഞിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഏതാണ്, നിങ്ങൾ എത്ര സംസ്ഥാനങ്ങളിലാണ്, നിങ്ങൾ കേന്ദ്രത്തിൽ എത്ര സീറ്റ് കിട്ടും, ഭരിക്കും എന്നൊന്നും ചോദിക്കുന്നതിലൊന്നും പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ ബദലിന്റെ അനിവാര്യതയെ, ബദലിന്റെ സവിശേഷതയെ, ബദൽ പാക്കേജ് സമർപ്പിക്കുവാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ധാരാളം ഫലം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ SDPI ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നേരിട്ട് BJP, RSS, മോഡി സാധ്യതകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മത്സരിക്കാതിരിക്കും. മതേതര ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാരത്തെ എതിർക്കുന്ന ആളുകളെ നമ്മൾ ചിലപ്പം ജയിപ്പിച്ചു എന്ന് വരും. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ബദലാണ് എന്ന് നമ്മൾ ധരിക്കുന്നത് കൊണ്ടല്ല. അത് ചിലപ്പോൾ മുസ്ലിം ലീഗിനെയും നമ്മൾ ചെയ്തു എന്ന് വരും. മുസ്ലിം ലീഗ് ബദലാണ് എന്ന് നമുക്ക് അഭിപ്രായമുള്ളത് കൊണ്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടി ബദലാണ് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടല്ല. കാരണം എന്താ നമുക്കറിയാം, വിശദീകരിക്കാൻ ഇവിടെ അവസരമില്ല. ഇവിടെ സംഘപരിവാരത്തിന്റെ അജണ്ടയെ, പഴയ ജനസംഘത്തിന്റെ അജണ്ടയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഭരണത്തിലെത്തിയതും ഭരണം നിലനിർത്തിയതും എന്ന് ചരിത്രം. പിന്നീട് ജനസംഘം, പുതിയ ജനതാ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി നിലവിൽ വന്നതിന് ശേഷം ഈ അജണ്ട കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് ഡൽഹിയിൽ അധികാരത്തിൽ വരികയായിരുന്നു. BJP നടത്തിക്കൊണ്ടിരിക്കുന്ന, സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാതരം പ്രവർത്തനങ്ങളുടെയും അസ്ഥിവാരമിട്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു എന്നത് നിരവധി ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടാവും. അതൊരിക്കലും ബദലാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. CPM ബദലാണോ? CPM എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM കേരളത്തിൽ പ്രത്യേകിച്ചും സംഘപരിവാര അജണ്ട നടപ്പിലാക്കുന്നത് ഏറ്റെടുത്ത് വളരെ ഉത്സാഹത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക കാഴ്ചപ്പാടതാണ്, അധസ്ഥിത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടതാണ്. മോഡി അവിടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ കൊന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പിണറായി വിജയൻ കൊന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 5 ഏറ്റുമുട്ടലുകൾ നടന്നു. 12 പേരാണ് കൊല്ലപ്പെട്ടത്. 12ഉം കൊല്ലപ്പെട്ടിരിക്കുന്നത്, 5 ഏറ്റുമുട്ടലും നടന്നിരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാ. അപ്പോൾ ഇടതുപക്ഷം ബദലല്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്താ ജനാധിപത്യത്തിന്റെ സാക്ഷാത്കാരം? ഇന്ത്യ സ്വതന്ത്രമായി. അതിനു മുമ്പ് ബ്രിട്ടീഷ് വൈദേശിക ശക്തികളുടെ നൂറ്റാണ്ടുകളുടെ ഭരണം, അതിനു മുമ്പ് ഫ്യൂഡൽ ജമ്മിത്വത്തിന്റെ ഭൂപ്രഭുക്കളുടെ ഭരണം, ജനങ്ങൾ അടിമകളായിരുന്നു. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ചരിത്രം മനുഷ്യരാശി നേടിയെടുത്ത മുഴുവൻ അവകാശങ്ങളും, മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടായി. ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷെ ഫലത്തിൽ സംഭവിച്ചത് വിദേശ ചൂഷകർക്ക് പകരം വെളുത്ത സായിപ്പന്മാർക്ക് പകരം കറുത്ത സായിപ്പന്മാർ അധികാരത്തിൽ വന്നതായിരുന്നു എന്ന് ഇന്ത്യയുടെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാറി മാറി വന്ന ഭരണകൂടങ്ങളൊക്കെ തന്നെ ശ്രമിച്ചത് ഈ ആളുകളെ അടിമകളാക്കി നിലനിർത്താൻ വേണ്ടിയായിരുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം സംവരണം ചെയ്യപ്പെട്ട അവസ്ഥയായിരുന്നു. ഇങ്ങനെ അടിമകളാക്കി നിലനിർത്തുക എന്നത് ഈ ഭരണകൂടങ്ങളുടെയൊക്കെ താല്പര്യമായിരുന്നു. അവരിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ജനതയെ. പൗരന്മാർക്ക് പൗരധർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന 2 പ്രശ്നങ്ങളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ്? ഫ്രീഡം ഫ്രം ഹങ്കർ ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ. ഭയത്തിൽ നിന്നുള്ള മോചനം, പട്ടിണിയിൽ നിന്ന്, വിശപ്പിൽ നിന്നുള്ള മോചനം. പൗരന്മാർക്ക് ഈ നീതി നിഷേധമൊക്കെ, ഈ വിവേചനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള മുഴുവൻ വിഭവങ്ങളും കടത്തി വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾക്ക് തീരെഴുതി കൊടുക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന് മുന്നണികൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങൾക്ക് കഴിയാതെ പോകുന്നത്, പൗരന്മാർക്ക് പൗരനിർവ്വഹം നിർവഹിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ അവർക്ക് ഭയമാണ്, അവർക്ക് വിശപ്പാണ്.
ഭയത്തിൽ നിന്ന്, വിശപ്പിൽ നിന്ന് ഈ ജനതയെ മോചിപ്പിക്കുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ മൊത്തം വിമോചനം സാധ്യമാവുകയുള്ളൂ. അത്തരം ഒരു ബദലാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമർപ്പിക്കുന്നത്. ആ ബദല് ഇന്ത്യ രാജ്യത്ത് SDPI സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബദലിനെ കുറിച്ച് കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ 10, 15, 16 സ്റ്റേറ്റുകളിൽ പ്രവർത്തകരും പ്രവർത്തന സംവിധാനവുമുള്ള പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചുകൊണ്ടിരിക്കുകയും ജനപ്രതിനിധികളെ സഭകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 10 വർഷത്തിനുണ്ടായ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ മർദ്ദിത പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ പാർട്ടിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഈ പാർട്ടിയെ അംഗീകരിച്ചിരിക്കുന്നു, ഈ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു, ഈ പാർട്ടിയെ സഹായിച്ചു കൊള്ളാമെന്ന്, സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരുവാൻ ഈ പാർട്ടിക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പും ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വ്യക്തിപരമായി ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് നേതൃത്വം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് പ്രസിഡന്റ് മത്സരിക്കരുത് എന്നായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് മൊത്തം നേതൃത്വം നൽകണം. ആ തീരുമാനവുമായി ഇവിടെ വന്നപ്പോൾ, ഇവിടുത്തെ നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ ഇവിടുത്തെ നേതൃസംഗമം സംഘടിപ്പിച്ചിരുന്നു. മണ്ഡലം മുതലുള്ള നേതൃസംഗമം. അവിടെ ഏകകണ്ഠമായ ആവശ്യം ഈ മലപ്പുറം പാർലമെന്റിൽ മത്സരിക്കുന്നതിന് പ്രസിഡന്റിനെ തന്നെ, മജീദ് ഫൈസിയെ തന്നെ ലഭിക്കണമെന്ന്. ഞാൻ അതൊക്കെ റിപ്പോർട്ട് ആക്കി പോയി, രേഖപ്പെടുത്തി ചെന്നു, അവിടെ അവതരിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ ആവശ്യം വിജയം കാണുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു കാരണം എന്താ? ഇവിടെ മത്സരിക്കാൻ ദേശീയ ജനറൽ സെക്രട്ടറി ഒക്കെ മത്സരിക്കുന്നല്ലേ. ദേശീയ ജനറൽ സെക്രട്ടറി മത്സരിക്കുമ്പോൾ നമുക്ക് മത്സരിക്കാൻ എതിരിടാൻ ദേശീയ ജനറൽ സെക്രട്ടറി ഒന്നും വേണ്ട കേട്ടോ. ഒരു സെക്രട്ടേറിയറ്റ് അംഗം ആവട്ടെ എന്ന് വെച്ചതാ. അദ്ദേഹം ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ, ഞാനും അഷ്റഫ് മൗലവിയും മനോജ് കുമാരും ഒക്കെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പോയതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അബ്ദുൽ മജീദ് ഫൈസിയെ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തയക്കാം എന്ന് നിങ്ങൾ ഏൽക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും സ്വാധീനവും കഴിവും പ്രയോഗിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI. അപ്പോൾ ഈ പറഞ്ഞ സംഗതികൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നതിന് നിങ്ങളിൽ ഏറ്റവും യോഗ്യരായ ആളുകളുടെ ഒരു ഇലക്ഷൻ കമ്മിറ്റി തന്നെ ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഔപചാരികമായ പ്രഖ്യാപനവും ഞാനിവിടെ നിർവഹിക്കുകയാണ്. ചെയർമാനായി നിങ്ങളുടെ ഈ മൊത്തം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത് ഉള്ളത് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ CP അബ്ദുൽ ലത്തീഫ്. വൈസ് ചെയർമാൻമാർ റഫീഖ് PP, CH അഷ്റഫ്, വീരാൻകുട്ടി വേങ്ങര, ഹംസ അങ്ങാടിപ്പുറം, ഭാസ്കരൻ ചേളാരി. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തടി. ചീഫ് ഇലക്ഷൻ ഏജന്റ് ഷെരീഫ് ഖാൻ വേങ്ങര. ജോയിന്റ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് AA റഹീം. വകുപ്പും അതിൻ്റെ വിവിധ വകുപ്പുകളും അതിൻ്റെ ചെയർമാൻമാരും. ചെയർമാൻ കൺവീനർ. പ്രചാരണം കൺവീനർ ബീരാൻകുട്ടി. ജോയിന്റ് കൺവീനർ സിദ്ദീഖ് മാസ്റ്റർ. ബൂത്ത് മാനേജ്മെന്റ് കൺവീനർ മുസ്തഫ വള്ളിക്കുന്ന്. ജോയിന്റ് കൺവീനർ CH അഷ്റഫ്. ഫിനാൻസ് കൺവീനർ അസീസ്. ജോയിന്റ് കൺവീനർ ഹംസ മഞ്ചേരി. മീഡിയ കൺവീനർ സാദിഖ് ചെമ്മാട്. ജോയിന്റ് കൺവീനർ ഷൗക്കത്ത് പുൽപ്പറ്റ. സോഷ്യൽ മീഡിയ കൺവീനർ ഇർഷാദ് പെരിന്തൽമണ്ണ. ജോയിന്റ് കൺവീനർ നൌഷാദ് വേങ്ങര. സ്ഥാനാർത്ഥി പര്യടനം കൺവീനർ സജീർ മങ്കട. ജോയിന്റ് കൺവീനർ നിശ്ചയിക്കാനുണ്ട്, അത് തീരുമാനിച്ച് അറിയിക്കും. ഈ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഈ കമ്മിറ്റിയെ ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സഹായവും സഹകരണവും ഈ കമ്മിറ്റിക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് വിശ്രമമില്ലാത്ത
രാപ്പകലുകളായിരിക്കും. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. താങ്ക് യു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. ഇടതനും വലതനും സംഘപരിവാരവും ചേർന്ന് കൂട്ടുകെട്ട് രാഷ്ട്രീയ നാടകം തീർക്കുമ്പോൾ യഥാർത്ഥ ബദലിന് SDPIക്ക് വോട്ട് ചെയ്യുക. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു പാർട്ടിയുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ VT ഇക്രാമുൽ ഹക്ക്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. SDPIയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ CPI ലത്തീഫ് സാഹിബ്, ഈ മഹത്തായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ മെഹബൂബ് ആബാദ് ഷരീഫ്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രഖ്യാപിച്ച പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ്, വിമൻസ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സമിതി അംഗം DC ബാലസുബ്രഹ്മണ്യൻ, സംസ്ഥാന സെക്രട്ടറി STTUവിൻ്റെ അഡ്വക്കേറ്റ് റഹീം, സംസ്ഥാന സമിതി അംഗം ജലീൽ നീലാമ്പ്ര, സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ്, വീരാൻകുട്ടി കോയ്സൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തടി, മറ്റു മണ്ഡലം ഭാരവാഹികളെ, പാർട്ടിയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ഞങ്ങളുടെ പ്രസംഗം ഈ പരിപാടി ശ്രവിക്കുന്ന വീക്ഷിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ പാർട്ടിക്ക് വലിയൊരു മൈലേജൊക്കെ കിട്ടിയ സമയമാണിപ്പോൾ. എല്ലാവരും ഈ പാർട്ടിക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ നയം എന്ന് ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നമ്മുടെക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ആയുധമായ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ അബ്ദുൽ മജീദ് ഫൈസിയെ തന്നെ നിർത്തിയിട്ടും പിന്നെയും ചോദിക്കുക, വല്ല ധാരണയും വല്ല നീക്കുപോക്കും ഒരു സംശയം വേണ്ട. ഈ പാർട്ടിക്ക് ഇലക്ഷൻ പോളിസി എന്ന് പറയുന്നത് സംബന്ധം ഇല്ല, നിക്കാഹേ ഉള്ളൂ. അങ്ങനെ ഒരു മയക്കുപിടിയിൽ വീഴുന്ന പാർട്ടിയല്ല SDPI. നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടിട്ട് 2 വെറ്റില, ഒരു അടക്കൻ്റെ കഷ്ണം, ചെറിയ പുകല, കുറച്ച് നൂറും തേച്ചിട്ട് വരുന്ന പഴയ പരിപാടി ഉണ്ടല്ലോ, സംബന്ധം നടക്കൂല. അത് നടക്കൂല എന്ന് പറഞ്ഞു. ബാക്കി അമിത് മാഷ് പറഞ്ഞു വല്ലാണ്ട് പറയണ്ടെന്നാണ് അതാണ് പറയുന്നത്. ആ സംബന്ധത്തിന് ഈ പാർട്ടി ഒരുക്കമല്ല. നിക്കാഹിനെ പറ്റുള്ളൂ. മഹർ എത്ര തരുമെന്ന് പറയണം. മഹർ എത്ര തരും എന്ന് പറഞ്ഞാൽ അത് പണമാണെന്ന് ആരും കരുതണ്ട കേട്ടോ. അങ്ങനെ പണത്തിന് വഴങ്ങുന്ന പാർട്ടിയാണെന്നുള്ളത് ഈ പാർട്ടിയുടെ ശത്രുക്കളായ ഒരു പാർട്ടിക്കാരും പറയില്ലേ പാർട്ടിയെ പറ്റി. കാരണം പണം ഇഷ്ടം പോലുള്ള പാർട്ടി ഞങ്ങൾ. ജനങ്ങളെയൊക്കെ ഫണ്ടുണ്ടോ? ഈ പാർട്ടിയുടെ കയ്യിൽ ഫണ്ടുണ്ട്. ഒരു ബക്കറ്റ് ആയിട്ടാണ്ട് ഇറങ്ങിയാൽ കിട്ടുന്ന ഫണ്ട്. ആദ്യന്റെ കേസ് നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. ഞങ്ങളൊക്കെ ഫണ്ട് ഉണ്ടായിട്ടാ ബക്കറ്റ് ആയിട്ട് പോയി 85 ലക്ഷം ഒരു ദിവസം കൊണ്ട് കിട്ടിയത്. പണ്ട് മഹദനിയെ കോയമ്പത്തൂർ കേസിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല, അന്ന് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ബക്കറ്റ് വെച്ചു, കിട്ടിയത് കോടികൾ, നിങ്ങൾക്കറിയാം, ലക്ഷങ്ങൾ. അപ്പൊ ഫണ്ടല്ലേ ചോദിക്കുന്നത്, പണമല്ല ചോദിക്കുന്നത്. കൃത്യമായിട്ട് പറയണം. ഇവരായിട്ട് മാത്രമൊന്നല്ല നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ട് മാത്രമാണ്, അതൊന്നല്ല. പലരായിട്ടും ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ സമയം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ നടക്കും. പലരും ഞങ്ങളെ പേടിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ അവർ പറയുന്നത് BJP പോണ്ടേ, RSS ഇനിയും വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമാണെന്നുള്ളവർക്ക് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അപ്പോഴേ പറയുന്ന കാര്യം, ഫാസിസം RSS എന്ന് പറഞ്ഞിട്ട് അതിന് തീരും പേടിയില്ലാത്തൊരു കൂട്ടരാണ് ഞങ്ങള്. നിങ്ങൾക്കറിയാം, അതിനെ പേടിക്കരുതെന്ന് ഈ സമൂഹത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന വിഭാഗം ഞങ്ങള്. തെരുവിൽ പോലും പ്രായോഗികമായി, ബാക്കി പറയണ്ടല്ലോ, അത് വരും. എന്നിട്ട് മുസ്ലിങ്ങളെ തലയിലേക്ക് ഇടുക. RSS വരും. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ഡിമാൻഡും ഇല്ല, പിന്നെ നിങ്ങൾ മിണ്ടാൻ പാടില്ല.
നിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള MP പിന്നെ സീറ്റ് കിട്ടൂല. അപ്പോൾ കണ്ടാൽ 2 മുന്നണി കൊടുത്തല്ലേ സീറ്റുകളൊക്കെ. ചോദിക്കാൻ പാടില്ല. കാരണം RSS വരും. RSSന് അല്ലെങ്കിൽ BJPയെ തുരുത്തേണ്ടതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തലയിൽ വെച്ചു കൊടുക്കുക. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായി നടക്കുന്നത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഇതാ വരാൻ പോകുന്നത്. ഇനി വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് അടുത്ത് പറയാൻ പോകുന്നത്. നടക്കൂല. ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെക്കാളും ബാധിച്ചിട്ടുള്ളത് ഹിന്ദുക്കളെയാണ്. ഈ കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് 46 മുസ്ലിങ്ങളെയാണ് നരേന്ദ്രമോദി പിന്തുണക്കുന്ന ആളുകൾ 46 മുസ്ലിങ്ങളെയാണ് തല്ലിക്കൊന്നത് എങ്കിൽ 200ഓളം വരുന്ന ഹിന്ദു കർഷകർ കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്ത്. അതാരും പറയണില്ല. അപ്പൊ ഇത് മുസ്ലിങ്ങൾ മാത്രം പ്രശ്നമല്ല. ഇവിടുന്ന് BJP പോവുക എന്നുള്ളതും മോഡി പോവുക എന്നുള്ളതും. ഇപ്പൊ ഈ BJPയെ പറയുന്നുണ്ടല്ലോ, ഈ കൂട്ടരൊക്കെ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ സൂഫി വരെ ലീഗിലെ ET മുഹമ്മദ് ബഷീർ സാഹിബാണ് UAPA എന്ന് പറയുന്ന നിയമത്തിന് അന്ന് കൈപൊന്തിച്ചത്. ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. നിഷേധിക്കാൻ പറ്റൂല. BJP ഏതെങ്കിലും മുസ്ലിം യുവാക്കളെ കരി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കരി നിയമങ്ങൾ പോട്ടയായിക്കൊള്ളട്ടെ, UAPA ആയിക്കൊള്ളട്ടെ, കൊണ്ടുവന്നിട്ടത് UDF പിന്തുണക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റാണ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. BJP അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊരു കൂട്ടരെ നോക്കി, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് BJP മാത്രമാണ് എതിരെ എന്നുള്ളത്. ഞാൻ BJP എതിരാണ് ഞങ്ങൾക്കറിയാം. അത് നേരെ വരുന്നതാണ്. ഒന്ന് കൊളർത്തിരിക്കാലോ. ഒരു കൊളർമ എന്നൊക്കെ നമ്മൾ മലപ്പുറത്തേര് ഒന്ന് ഒരുങ്ങിയിരിക്കാലോ ഈ സാധനം വരുമ്പോൾ. മറ്റുള്ളത് ഈ പിന്നിന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം. ഹാദിയ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഹാദിയ, അവർ പഠിച്ചിട്ട് സ്വന്തം മനസ്സുകൊണ്ട് മതം മാറിയിട്ട് തിരിച്ചങ്ങോട്ട് RSSനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരനടക്കം RSSന്റെ നേതാക്കന്മാർ ഒരു മുസ്ലിം പണ്ഡിതനെ പോലും ആ വീട്ടിലേക്ക് കയറ്റാതെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെ കയറ്റിയത് പിണറായിയുടെ പോലീസാ. കൊടിഞ്ഞിയിൽ ഫൈസൽ കൊല്ലപ്പെട്ടിട്ട് 1 രൂപ പൊന്നാനിക്ക് മത്സരിക്കാൻ വരിക അൻവർ മറുപടി പറഞ്ഞു, 1 രൂപ കൊടിഞ്ഞിയിലെ ഫൈസലിന് കൊടുത്തിട്ടില്ല പിണറായി. എന്നിട്ട് ഇവരാ പറയുന്നത് BJPനെ പേടിക്കണം, എല്ലാരും പേടിക്കണം. അതാ ഞങ്ങൾ പറയുന്നത് ബദൽ രാഷ്ട്രീയം വേറൊന്ന് വരണം. പാർലമെന്റിലെ ഞാൻ പറഞ്ഞല്ലോ കുണ്ടോട്ടിയിലെ ചർച്ച പലരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന സംഗതിയാണ്. അത് വന്നപ്പോ ഈ പാർട്ടിക്കെതിരെ പലരും പലതും പറഞ്ഞു. ഞാൻ എല്ലാവരെയും പരാമർശിക്കില്ല. പാർലമെന്റിലെ സിംഹഗർജനം എന്ന് പറയുന്ന ഒരാളുണ്ട്, അറിയാലോ, ET മുഹമ്മദ് ബഷീർ സാഹിബ്. സമുദായത്തിന്റെ പുലിക്കുട്ടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ ചർച്ചയ്ക്ക്. ഏത് പുലിക്കുട്ടിയാണെങ്കിലും സിംഹമാണെങ്കിലും CCTV കണ്ടാ കഴിഞ്ഞു ഇവരൊക്കെ കഥ. പിന്നെ അവിടെ എലിയായി. CCTV വരുന്നത് വരെ ഒരു പ്രശ്നം ഇവർക്കുണ്ടായിരുന്നില്ല. രഹസ്യമായിരിക്കണം, പരസ്യം പറ്റില്ല, നടക്കൂല. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങള് ദോഹിന്നുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, STPI തീവ്രവാദികളെ വോട്ട് വേണ്ടാന്ന്. മുനവർ അലി ശിഹാബ് തങ്ങളോട് വ്യക്തമായിട്ട് പറയാം, ഞങ്ങൾ ആരും പാണക്കാട്ടേക്കോ ലീഗ് ഹൗസിലേക്കോ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. എല്ലാ തങ്ങന്മാരും നിരന്ന് നിന്നു. പാണക്കാട് ഹൈദരലി ശിഹാബ് ഈ വിഷയം വന്നപ്പോ, CCTV വന്നപ്പോ പിറ്റേന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങള്, സാദിഖ് അലി ശിഹാബ് തങ്ങള്, മുനവർ അലി ശിഹാബ് തങ്ങള്, പോരാതിന് കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ നിരന്ന് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങള് യാദർശികം ഒരു ചായ കുടിക്കാൻ കയറിയതാണ്, ബീഫും പൊറാട്ടയും കഴിക്കാൻ കയറിയതാ. അപ്പൊ യാദർശികാന്ന് കണ്ടപ്പോ ഈ അബ്ദുൽ മജീദ് ഫൈസി തിരിച്ചു വേറൊന്ന് പറഞ്ഞപ്പോ ഈ കേരളത്തിലെ ജനം, മീഡിയ, എല്ലാ വിഭാഗവും ശ്രദ്ധിച്ചത് അബ്ദുൽ മജീദ് ഫൈസിയുടെ സത്യസന്ധതയാണ്. അത് മുനവർ അലി ശിഹാബ് നിങ്ങൾ മനസ്സിലാക്കുന്നല്ല. നിങ്ങൾ എല്ലാവരും നിരന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോഴും അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞപ്പോ അതാണ് ജനം വിശ്വസിച്ചത്. ബാക്കി ഞങ്ങൾ പറയുന്നില്ല. ഇപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കും, ഞങ്ങളെ വോട്ട് വേണ്ട, STPI തീവ്രവാദികളെ വോട്ട് വേണം. ഇപ്പൊ വെൽഫെയർ പാർട്ടി നിങ്ങൾ ആലോചിച്ചാണെങ്കിൽ വോട്ട് വേണം. വെൽഫെയർ പാർട്ടി വോട്ട് കൊടുത്തു. ഇന്നത്തെ KPA മജീദ് സാഹിബ് അതിനെ പിന്തുണച്ചിട്ടുണ്ട്, സ്വാഗതം ചെയ്തു വെൽഫെയർ പാർട്ടിയെ. നമ്മുടെ ബഹുമാന്യനായ KM ഷാജിയോട് ഒരൊറ്റ ചോദ്യം, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് അധികം ആയിട്ടില്ല,
നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമാണ് ഇന്ത്യയുടെ തീവ്രവാദത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് മൗലാന മൗദൂദിയാണ്. ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെയും മതമൗലികവാദത്തിന്റെയും മാതാവ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് KM ഷാജി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് KM ഷാജി പറയണം അതിന് മറുപടി. വെൽഫെയർ പാർട്ടി തീവ്രവാദിയാണോ അല്ലേ എന്നുള്ളത് ഷാജി പറയണം. MK മുനീറും പറഞ്ഞിട്ടുണ്ട്, പറയണം. വോട്ട് കിട്ടിയാൽ പറ്റും, വെറുതെ കിട്ടുക, ഡിമാൻഡ് ഇല്ല. അപ്പൊ പിന്നെ അവർ നന്നായി. ഇത് അപ്പുറത്ത് മറ്റേ കൂട്ടരല്ല, INL ഇപ്പുറത്തുണ്ട്. UDF ഇങ്ങനെ ഒരു കക്ഷി വന്നപ്പോ അതിനെ സ്വാഗതം ചെയ്ത് KP മജീദ്. INL അതാ ഇപ്പുറത്ത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം AKG സെന്ററിൽ EMSന്റെ ഫോട്ടോ ഇപ്പുറത്ത് തന്നെ സേട്ടുസായിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സേട്ടു മതമൗലികവാദത്തിന്റെ എല്ലാത്തിന്റെയും പിതാവായിരുന്നു സേട്ടു സാഹിബ്. ഇന്ന് ആ പാർട്ടി LDF ഘടക കക്ഷിയാണ്. ഒരു കുറ്റമില്ലല്ലോ. ഈ രണ്ട് കൂട്ടർക്കും കുറ്റമില്ല. രണ്ട് മുന്നണിയിലേക്കും വന്നപ്പോ അവർക്ക് ആ രീതിയിൽ വോട്ട് പതിച്ചു കൊടുത്തപ്പോ ഈ രണ്ട് കൂട്ടർക്കും ഒരു കുറ്റമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആരും മുന്നിലും അങ്ങനെ അഭിമാനം പണയം വെക്കുന്ന ഒരു പാർട്ടി അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ മത്സരിക്കുന്നത് ബദൽ രാഷ്ട്രീയത്തിനാണ്. ഞങ്ങൾക്ക് വോട്ട് കിട്ടും, ഞങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ ഒരു കൂട്ടർ വേണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വിഭാഗം ഈ രാജ്യത്ത് ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടർ വേണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. അത് മലപ്പുറത്ത് മത്സരിക്കുന്ന മജീദ് ഫൈസിക്കാണെങ്കിലും, വയനാട് മത്സരിക്കുന്ന ബാബുമണിക്കാണെങ്കിലും, പാലക്കാട് മത്സരിക്കുന്ന തുളസീധരനാണെങ്കിലും, മംഗലാപുരത്ത് മത്സരിക്കുന്ന ഇല്യാസ് തുമ്പേക്കാണെങ്കിലും, ചെന്നൈയിൽ മത്സരിക്കുന്ന ദഹലാം ബാക്കിവിക്കാണെങ്കിലും ഞങ്ങൾക്കുണ്ട് ഒരു ഉറപ്പ്, ഞങ്ങൾക്കൊരു വോട്ട് കിട്ടും. അത് നിങ്ങൾ കൊന്ന 46 പേരുണ്ടല്ലോ, അടിച്ചു കൊന്ന 46 പേര്, ട്രെയിനിലിട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലിട്ട് നിങ്ങൾ അടിച്ചു കൊന്നിട്ട് ജുനൈദ് വന്നിട്ട് കബറിന്ന് വന്നിട്ട് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യും. മുഹമ്മദ് അഖിലാക്ക് കബറിന്ന് വന്നിട്ട് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പുണ്ട്. കൊടിഞ്ഞി ഫൈസൽ, റിയാസ് മൗലവി വന്നിട്ട് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പുണ്ട്. അതാ ഈ പാർട്ടി. അത്ര ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പൂനെയിലെ ദലിതുകൾ ഞങ്ങൾക്ക് ധീരമായിട്ട് വളരെ അഭിമാനപൂർവം വളരെ സധൈര്യമാണ് ഞങ്ങൾ അബ്ദുൽ മജീദ് ഫൈസിയെ ഇവിടെ മത്സരിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വോട്ടെണ്ണുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന, കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഐതിഹാസികമായ ഒരു സംഭവമായിട്ട് മജീദ് ഫൈസിയുടെ ബാലറ്റ് പെട്ടിയിൽ ആ വോട്ടുകൾ വരും. അതിന്റെ എണ്ണം നിങ്ങൾക്ക് അന്ന് മനസ്സിലാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അബ്ദുൽ മജീദ് ഫൈസിയെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് STPI. താങ്ക് യു VT കറാമുൽ. വനിതാ ശാക്തീകരണ പ്രക്രിയയിൽ തുല്യതയില്ലാത്ത പോരാട്ടം തീർക്കുന്ന വുമൺസ് ഇന്ത്യ മൂവ്മെന്റിന്റെ ദേശീയ സമിതി സംസ്ഥാന സമിതി അംഗം ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് സാഹിദ്, ഉദ്ഘാടകൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനും വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി സമയം കുറവ് കാരണം എൻ്റെ ദൗത്യം ആശംസകൾ അറിയിക്കുക എന്നത് മാത്രമാണ്. അതിനു മുമ്പ് STPI മലപ്പുറം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യത്തെ മനം കുളിർക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഇലക്ഷൻ വർക്ക് കിട്ടിയിരിക്കുന്നത് വടകരയാണ്. വടകരയിലെ മുസ്തഫ കൊമ്മേരിയുടെ കൂടെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടും ഒരുപാട്
നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ 2 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അങ്ങനെ കഴിയുമെന്ന് തോന്നുന്നു. കൂടാതെ ആശംസകൾ അർപ്പിക്കാന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാനാർത്ഥി മജീദ് ഫൈസിക്ക് എല്ലാവിധ ആശംസകളും വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ പേരിലും STPയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അറിയിച്ചു കൊള്ളട്ടെ. കൂടാതെ അതോടൊപ്പം തന്നെ അതിനേക്കാൾ മുമ്പിൽ തന്നെ പറയേണ്ടി വരും, പ്രിയ പ്രവർത്തകരെ, പൈസയേക്കാൾ കൂടുതൽ തന്നെ നിങ്ങൾക്കാണ് എനിക്ക് ആശംസകൾ അർപ്പിക്കാനുള്ളത്. എല്ലാവിധ ആശംസകളും പൈസയ്ക്കും ഇവിടുത്തെ പ്രവർത്തകർക്കും നല്ലവരായ നാട്ടുകാർക്കും അർപ്പിച്ചുകൊണ്ട് STP സ്ഥാനാർത്ഥിയായ മജീദ് ഫൈസിയെ അമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിപ്പിക്കുമെന്ന ആശംസകൾ കൂടി ഞാൻ അറിയിക്കുന്നു. നന്ദി. STP വിമൺ ഇന്ത്യ മൂവ്മെന്റ്. താങ്ക് യു ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ. ആയിരത്താണ്ടുകളായി ജാതി തമ്പുരാക്കന്മാരുടെ ചാട്ടവാറടിയേറ്റ് പിന്നോക്കത്തിൽ നിന്ന് പിന്നോക്കത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ദളിത് സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശാക്തീകരണ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രക്തഹരിത രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവർക്ക് ഷാളണിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ അബ്ദുൽ മജീദ് ഫൈസി. ഏറ്റുവാങ്ങുന്നു ശ്രീകുമാർ, ശ്രീജ. ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഷാളണിക്കുന്നു ശ്രീജ. ഷാളണിക്കുന്നത് മജീദ് ഫൈസി. പരിമിതിയില്ലാത്ത ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പണ്ഡിതരിലെ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാരുടെ പണ്ഡിതനുമായ അബ്ദുൽ മജീദ് ഫൈസി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പാർട്ടിയുടെ ആദരണീയനായ ദേശീയ സെക്രട്ടറി ഡോക്ടർ മഹബൂബ് ഷരീഫ് ആവാദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, വേദിയിലുള്ള വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ഭാരവാഹിയും വിമൻ്റെ തുടക്കം മുതൽ അതിൻ്റെ സജീവ പ്രവർത്തകയുമായ ഡെയ്സി ബാലസുബ്രഹ്മണ്യൻ, നമ്മുടെ എല്ലാം കാരണവരും ഉപദേശകനുമൊക്കെയായി സജീവമായി നമ്മോടൊപ്പമുള്ള നമ്മുടെ ബാപ്പ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ജലീൽ നീലാമ്പ്ര, ഡോക്ടർ CH അഷ്റഫ്, AH റഹീം, വേദിയിലുള്ള പാർട്ടിയുടെയും വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെയും സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ്റെയും ജില്ലാ മണ്ഡലം നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.
എന്തുകൊണ്ട് SDPIക്ക് വോട്ട് ചെയ്യണം എന്നതിനുള്ള ഉത്തരം പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ ബദലിന് SDPIക്ക് വോട്ട് ചെയ്യണം. എന്തുകൊണ്ട് SDPI യഥാർത്ഥ ബദലാകുന്നു? രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നവും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിനെല്ലാം പരിഹാരമായി വേണ്ടത് നായകരുടെ മാറ്റമല്ല, നയം മാറ്റമാണ് എന്ന് SDPI മനസ്സിലാക്കുന്നു. ഇപ്പോൾ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് എല്ലാവരും പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയെ മേലെ കയറ്റിയത് ആരാണ്? മോദിയെ യഥാർത്ഥത്തിൽ ഈ തട്ടിന് മുകളിൽ കയറ്റിവെച്ചത് BJP ആയിരുന്നില്ല. BJPക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാൻഡേറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുമില്ല. ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രാജ്യത്തെ നമ്മളടക്കമുള്ള ജനാധിപത്യ വിശ്വാസികൾ നമ്മുടെ ഹൃദയം തന്നെ നൽകി വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്, അവര് തുടർന്നു വന്ന നയവൈകല്യങ്ങൾ കൊണ്ടാണ്, അത് മുതലെടുത്തുകൊണ്ടാണ് BJPയും നരേന്ദ്രമോദിയും അധികാരത്തിലേറിയത് എന്ന് എല്ലാവർക്കും അറിയാം. ആ മോദിയെ താഴെ ഇറക്കുന്നതിന് എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പാർട്ടിക്കും വ്യക്തമായ ആശയമോ അജണ്ടയോ ഇല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പും നമ്മെ തെളിയിക്കുകയാണ്. എല്ലാവരും പറയുന്നു BJP ആണ് മുഖ്യശത്രു, ഫാസിസമാണ് വലിയ ശത്രു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഈ പറയുന്ന ആളുകൾ എവിടെയെങ്കിലും ഒന്ന് ഒന്നിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഓരോ വേദി ഉണ്ടാക്കി ഒന്നിച്ചു നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സംസ്ഥാനവും ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല എന്നത് ഈ പറയുന്ന ആളുകളുടെ കാപട്യമാണ് തുറന്നു കാണിക്കുന്നത്. SDPI ഫാഷിസത്തെ തടയുന്നതിൽ, ഫാഷിസത്തിനെതിരായുള്ള കൃത്യമായ ആശയ വ്യക്തതയിൽ SDPയോട് മത്സരിക്കാൻ, SDPയോട് ഒപ്പം നിൽക്കാൻ ഒരു തെല്ല് പോലും അർഹതയുള്ള ഒരു പാർട്ടിയും ഇന്ന് നിലവിലില്ല എന്ന് നമ്മൾക്കറിയാം. അതാണ് ആമുഖ പ്രസംഗത്തിൽ തന്നെ CP ലത്തീഫ് സാഹിബ് നമ്മെ ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പ്രധാന പ്രതിയോഗിയായി ഇതെവിടെ മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ, ലീഗും CPM-ഉം, അവരുടെ നിലപാടുകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ പറയുന്ന ഈ സംഗതിക്ക് SDPI ഫാസിസത്തിനെതിരെ SDPI മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത്, ശക്തമായ നിലപാടെടുക്കുന്നത് എന്ന് തെളിയിക്കാൻ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന മാത്രം മതി. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ഉടനെ ശ്രീധരൻപിള്ള പറഞ്ഞത്, എനിക്ക് ഈ സംസ്ഥാനത്തുള്ള എല്ലാ മുസ്ലിം നേതാക്കളുമായും മുസ്ലിം സംഘടനകളുമായും നല്ല ബന്ധമാണുള്ളത്, ഒരു കൂട്ടരൊഴികെ എന്നായിരുന്നു. അദ്ദേഹവുമായി നല്ല ബന്ധമില്ലാത്ത, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല ബന്ധം പുലർത്താനും സ്ഥാപിക്കാനും സാധിക്കാതെ പോയ ആ ഒരു കൂട്ടർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വമാണ് എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം BJPക്കെതിരെ SDPI മാത്രമേ ഉള്ളൂ എന്ന് BJP സമ്മതിക്കുന്നുവെന്നാണ്.
അങ്ങനെയാണെങ്കിൽ BJPയെ ശക്തമായി പ്രതിരോധിക്കേണ്ട നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരാണ് പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ BJPയുടെ എതിർപക്ഷത്ത് വരേണ്ടത് എന്ന് മനസ്സിലാക്കാൻ അധിക പ്രസംഗം ആവശ്യമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാടും ആശയ നിലപാടുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി മുസ്ലിം ലീഗിന്റെ കാപട്യവും CPMന്റെ കാപട്യവും വ്യക്തമായിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ SDPIയുമായി സംസാരിക്കാൻ വന്നപ്പോൾ അതേക്കുറിച്ച് CPMന്റെ നേതാക്കന്മാർ പറഞ്ഞത് മുസ്ലിം മത വർഗീയവാദികളുമായി കൂട്ടുകെട്ടുക എന്നാണ്. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് SDPIയെ മാത്രമാണ് CPM ഇങ്ങനെ മുസ്ലിം വർഗീയ പാർട്ടിയായി കാണുന്നത്. ഈ മുസ്ലിം വർഗീയ പാർട്ടിയുടെ അടുത്ത് എന്തിനാണ് ലീഗ് പോയത് എന്ന ഒരു നല്ല ഉപദേശമാണ് ലീഗിന് CPM കൊടുക്കുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചാനൽ ചർച്ചകളിൽ CPMന്റെ നേതാക്കന്മാർ പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിനെയും CPM വർഗീയ പാർട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. SDPIയും മുസ്ലിം ലീഗ് രണ്ട് മുസ്ലിം വർഗീയവാദികൾ എന്തിനാണ്, വർഗീയ പാർട്ടികൾ എന്തിനാണ് ഒപ്പം കൂടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് എന്ന് മനസ്സിലായത്. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ CPM ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾ സ്വയം സംഘടിച്ച് രാഷ്ട്രീയ രംഗത്തോ മതരംഗത്തോ പ്രവർത്തിക്കുന്നതിനെ വർഗീയമായും തീവ്രവാദമായും കാണുന്നു. ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ഏതൊരു പൗരനും അല്ലെങ്കിൽ പൗരന്മാർക്ക് സ്വന്തമായി സംഘടിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം നൽകുമ്പോഴാണ് CPM അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്നത്. ഇത് CPMന്റെ അതേസമയം തന്നെ CPM ചിലപ്പോഴൊക്കെ മതമൗലികവാദത്തെ താലോലിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മുസ്ലിം ലീഗിന്റെ മുമ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇന്ന് വരെ
ലീഗ് നേതൃത്വം വിശദീകരണം നൽകിയിട്ടില്ല. ലീഗിന്റെ നിലപാട് വ്യക്തമാണോ എന്ന് ലീഗ് വിശദീകരിക്കണം. SDP വോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചോദിച്ചത് BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തും BJPയുടെ മറുവശത്ത് എതിർവശത്ത് ലീഗാണെങ്കിൽ BJP ജയിച്ചാലും വിരോധമില്ല, SDP വോട്ട് വേണ്ട എന്നാണോ നിലപാട് എന്ന് ലീഗ് നേതൃത്വം വിശദീകരിക്കണം. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞത് തിരുത്തി പറയാൻ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ഫാഷിസത്തിനെതിരെ നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നിലപാടില്ല എന്ന് ഈ രാജ്യത്തെ ഏതൊരു ആളും മനസ്സിലാക്കേണ്ടി വരും. ഫാഷിസത്തോട് നിലപാടില്ല എന്ന് മാത്രമല്ല, ഫാഷിസത്തോട് പലപ്പോഴും രാജിയായി പോവുകയും ചെയ്യുന്നു എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തെ അഭിമുഖീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി. അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിന് കൊണ്ട് അദ്ദേഹം ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അപ്രസക്തനായി കഴിഞ്ഞിരിക്കുകയാണ്. BJPക്കെതിരെ നിലപാട് കൃത്യമായി പ്രകടിപ്പിക്കേണ്ട 2 സന്ദർഭങ്ങളും അദ്ദേഹം ബോധപൂർവം ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അദ്ദേഹം നഷ്ടപ്പെടുത്തി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയില്ല. മുത്തലാഖ് ബില്ലിന്റെ സന്ദർഭത്തിൽ പാർലമെന്റിൽ ഉണ്ടായില്ല. ഈ ഇന്ത്യൻ ജനതയെയും കേരളത്തിലെ ഈ ജനങ്ങളെ, അതേപോലെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയതിന് അവരോട് മാപ്പ് പറയാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യപരമായ വഞ്ചനയാണ്. മാത്രമല്ല, നമുക്കറിയാം, ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്താൽ വെറും ഫാഷിസത്തിനെതിരെ എന്നത് മാത്രമല്ല, നിലവിലുള്ള UDF, LDF കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാർ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം യഥാർത്ഥത്തിൽ പൊതുമേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മുതലാളിമാരെ സംരക്ഷിക്കാനും സഹായിക്കാനും പൊതുമേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിന്റെ ഉദാഹരണമാണ് ഒന്ന് നമ്മുടെ എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്, മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ്. കരിപ്പൂർ എയർപോർട്ടിന് ഈ സംസ്ഥാനത്തെ ചില സ്വകാര്യ വിമാനത്താവളങ്ങളിൽ പണം മുടക്കിയിട്ടുള്ള ആളുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കരിപ്പൂർ എയർപോർട്ടിനെ ഞെക്കിക്കൊന്നത് എന്ന് പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സംസ്ഥാനത്തോ ഇന്ത്യയിലോ ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റിപ്പയറിങ്ങിന് വേണ്ടി ഒരു വിമാനത്താവളം റിപ്പയറിങ്ങിന് വേണ്ടി വിമാനത്താവളത്തില് വിമാനങ്ങൾ ഇറങ്ങുന്നത് നിയന്ത്രിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്ത ശേഷം വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജനങ്ങൾ സമരം ചെയ്യേണ്ടി വന്ന അനുഭവം എവിടെയെങ്കിലും ഉണ്ടോ? അത് ഈ മലപ്പുറം ജില്ലയിൽ കരിപ്പൂരിന്റെ കാര്യത്തിലല്ലാതെ. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ഭാരവാഹികള് വിവരാവകാശ നിയമമനുസരിച്ച് മുഴുവൻ രേഖകളും എടുത്ത് അവസാനം നിയമപരമായ നീക്കങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കുറച്ച് വിമാനങ്ങളെങ്കിലും പുനഃസ്ഥാപിച്ചുകൊണ്ട് തൽക്കാലം തടി സലാമത്താക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJPയും അവർക്ക് കൂട്ടുനിന്ന ഈ കേരളത്തിലെ UDFന്റെയും LDFലും അഴഞ്ഞു നിന്നിട്ടുള്ള നേതാക്കന്മാരും ശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജ്. ഇത് ഈ എയർപോർട്ട് പോലെ തന്നെ ഒരു സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജിന് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് മാത്രം വികസനം നടത്തുന്ന ഒരവസ്ഥ, അത് നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. കുറച്ച് റബ്ബറൈസ്ഡ് റോഡുകളുണ്ട്, വികസനം നടത്തി എന്നാണ് പറയുന്നത്. ഒരു MP എന്ന നിലയിൽ ഒരു MPക്ക് നിർവഹിക്കാനുള്ളത് പ്രാദേശിക വികസനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ്. രാജ്യത്തെ ഏതൊരു പൗരനെയും അടിമുതൽ മുടി വരെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും
തീരുമാനമെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ആ പാർലമെന്റിനകത്ത് ജനപക്ഷത്തു നിന്നുകൊണ്ട് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കൂറ് പുലർത്തുന്ന, കടപ്പാട് പുലർത്തുന്ന ആളുകൾ ആ പാർലമെന്റിനകത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പോലെയുള്ള പല കരിനിയമങ്ങളും ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളും ഇനിയും നമ്മുടെ രാജ്യത്തുണ്ടാകും. ശക്തമായ നിലപാടില്ലാത്ത ഒരു പാർട്ടിക്കും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽപ്പില്ല. മുസ്ലിം ലീഗിന്റെ തന്നെ നിലപാടിലെ വളരെ വലിയൊരു കാപ്പട്യം കൂടി തുറന്നു കാണിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഇവിടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങള് പാർലമെന്റിനകത്ത് ഞങ്ങൾ മാത്രമാണ് സാമ്പത്തിക സംവരണത്തിനെതിരെ, മുന്നാക്ക സംവരണത്തിനെതിരെ വോട്ട് ചെയ്തത് എന്നാണ്. മുന്നാക്ക സംവരണത്തിന് അനുകൂലമായി നിന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വേദിയിലിരുത്തി കോൺഗ്രസിന്റെ കൊടി കൂടി കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണ്, അതും കൂടി പൊക്കിപ്പിടിച്ച് സിന്ദാബാദ് വിളിച്ചിട്ടാണ് ഞങ്ങൾ സാമ്പത്തിക സംവരണത്തിനെതിരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? ആ സേട്ടു സാഹിബ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് നേരിടുന്നത് കോൺഗ്രസിന്റെ കൂടെയായിരിക്കുകയില്ല, തനിച്ചായിരിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ആ ആത്മാർത്ഥതയും സത്യസന്ധതയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് പകരം ഒരു MP സ്ഥാനം കിട്ടണം, എന്നിട്ട് കുറെ സുഖസൗകര്യങ്ങളോടെ ജീവിക്കണം, കുറച്ച് അധികാരങ്ങളുടെ സൗകര്യങ്ങൾ പറ്റി അങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനപ്പുറമുള്ള വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറമുള്ള ഒരു താല്പര്യവും ഇല്ലാത്ത വിധം നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധപതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ സാന്നിധ്യം, ഈ ആവേശം, അത് വലിയ പ്രതീക്ഷയാണ് പാർട്ടിക്ക് നൽകുന്നത്. മലപ്പുറം ജില്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചത്, ഒരു മാസം മുമ്പ് ജില്ലാ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ലോങ് മാർച്ചിന്റെ സമാപനം ഈ മലപ്പുറത്ത് നടക്കുമ്പോൾ അന്ന് അതിൽ പങ്കെടുത്തതിനേക്കാൾ ആളുകൾ ഇന്ന് ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇന്നിവിടെ വന്നിരിക്കുന്നുവെന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും പുതിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള വിളംബരവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമുക്ക് മാത്രമല്ല, നാം പ്രതിദാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിലെ എന്ന് മാത്രമല്ല, STPയെ വളരെ ആവേശത്തോടു കൂടി ഉറ്റുനോക്കുന്ന ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ, പിന്നാക്ക, ദലിത് ജനവിഭാഗങ്ങളുടെ ഒരു ഉണർത്തുപാട്ടിന്റെ വിളംബരമാണ്. ആ അർത്ഥത്തിൽ ഒരു വലിയ അവർക്ക് പ്രചോദനമാകുന്ന ഒരു റിസൾട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കൈമൈ മറന്ന് ഈ പാർട്ടിക്ക് വേണ്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ബദൽ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോ പരിശ്രമവും ഓരോ നിശ്വാസവും അതിനു വേണ്ടിയായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. യഥാർത്ഥ ബദലിന് SDPIക്ക് വോട്ട് ചെയ്യുക. മലപ്പുറം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ഹംസ മഞ്ചേരിയെ ക്ഷണിക്കുന്നു. പാർട്ടിയുടെ ഈ മലപ്പുറം മണ്ഡലം കൺവെൻഷനിലെ അധ്യക്ഷൻ CP ലത്തീഫ് സാഹിബ്, ഈ പരിപാടിയിലെ ഉദ്ഘാടകനായി നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ഡോക്ടർ ആവാദ് ഷരീഫ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, മറ്റ് പാർട്ടിയിലെ ഈ വേദിയിലിരിക്കുന്ന